നമസ്കാരം. ജോലി ആവശ്യത്തിനായാലും വിനോദസഞ്ചാരത്തിനായാലും ഇന്ത്യക്കാർ ഏറ്റവും അധികം സന്ദർശിക്കുന്ന വിദേശ രാജ്യമാണ് UAE. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് വിവിധ എമിറേറ്റ്സുകളിലായി ജോലി ചെയ്യുന്നത്. അടുത്തിടെയായി ഇന്ത്യയിൽ നിന്നും UAEയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ ദുബായ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ വിസ അപേക്ഷകൾ വലിയ തോതിൽ നിരസിക്കപ്പെടുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. UAEയിലേക്ക് വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിച്ചാൽ നിരസിക്കപ്പെടുന്നുണ്ടെന്നാണ് അനുഭവസ്ഥരും പറയുന്നത്. നേരത്തെയെല്ലാം ഇന്ത്യയിൽ നിന്നും ദുബായിലേക്കുള്ള വിസ അപേക്ഷകളിൽ 99% അനുമതി ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറാക്കുന്ന അപേക്ഷകൾ പോലും നിരസിക്കുന്ന സ്ഥിതിയാണ്. മുൻപ് 1 അല്ലെങ്കിൽ 2% ഇന്ത്യയിൽ നിന്നുള്ള വിസ അപേക്ഷകൾ നിരസിക്കൽ. എന്നാൽ ഇപ്പോൾ നിരക്കിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. 5 മുതൽ 6% വരെയായി ഉയർന്നിട്ടുണ്ടത്. ഇതിന് കാരണങ്ങൾ പലതുണ്ട്. അതിലേറ്റവും പ്രധാനമായി അപേക്ഷിക്കുന്നവരിൽ പലരും കൃത്യമായ രേഖകൾ ഹാജരാക്കുന്നില്ല, ഇതിൽ വീഴ്ച വരുത്തുന്നു എന്നതാണ്. ഡമ്മി ഫ്ലൈറ്റ്, ഹോട്ടൽ ബുക്കിംഗ് എന്നിവ നൽകുന്നതാണ് വിസ നിരസിക്കലിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന്. വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ പ്രധാനമായും വേണ്ടത് 3 കാര്യങ്ങളാണ്. UAEയിൽ വിനോദസഞ്ചാരികളായി എത്തുന്നവർ എന്ന രീതിയിലാണ് UAE വിസിറ്റ് വിസയിൽ എത്തുന്നവരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിശ്ചിത കാലത്തെ വിസിറ്റ് വിസയിൽ എത്തുന്നവർ വിസ കാലാവധി അവസാനിക്കുമ്പോൾ തിരിച്ചു പോകണം. എന്നാൽ പലരും വിസിറ്റ് വിസ അവസാനിച്ചാലും തിരിച്ചു പോകാറില്ല. അതുകൊണ്ട് തന്നെ ആദ്യം വേണ്ടത് തിരിച്ചു പോകാനുള്ള ടിക്കറ്റാണ്. UAEയിൽ എത്തിയാൽ താമസിക്കുന്നതിനുള്ള കൃത്യമായ താമസ രേഖ ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ ആവശ്യമായ പണത്തിൻ്റെ സോഴ്സും കാണിച്ചിരിക്കണം. ഈ 3 രേഖകളും കൃത്യമായാൽ വിസിറ്റ് വിസ ലഭിക്കും. UAE വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ്. രേഖകൾ കൃത്യമായാൽ UAEയിലേക്ക് വരാം. ഇന്ത്യക്കാർ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ രാജ്യം കാണുക എന്നതിലുപരി ഇവിടെ എത്തി ജോലി അന്വേഷിക്കാനായി വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാറുണ്ട്. ജോലി അന്വേഷിച്ച് ഇവിടെ എത്തുന്നവർ ജോലി ലഭിക്കുന്നതുവരെ ഇവിടെ തുടരാനുള്ള പ്രവണത കാണിക്കാറുമുണ്ട്. അതേസമയം വിനോദസഞ്ചാരത്തിനായി എത്തുന്നവർ കാലാവധി അവസാനിച്ചാൽ തിരിച്ചു പോകും. അധികൃതർ ഈ 2 വിഭാഗങ്ങളെയും രണ്ടായി തന്നെയാണ് കാണുന്നത്. വിസിറ്റ് വിസയിൽ എത്തുന്നവർ ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ച് വിസ കാലാവധി തീരും മുമ്പ് മടങ്ങണമെന്നാണ് അധികൃതരുടെ കാഴ്ചപ്പാട്. വിസിറ്റ് വിസയിലെത്തി ജോലി ലഭിച്ചാൽ നിയമപ്രകാരം താമസം ജോലി വിസയിലേക്ക് മാറാം. വിസിറ്റ് വിസയിൽ ജോലി ചെയ്യുന്നത് രാജ്യത്തെ നിയമവിരുദ്ധമാണ്. അതേസമയം ഒരു വ്യക്തി വിസിറ്റ് വിസയ്ക്ക് അപേക്ഷ നൽകുമ്പോൾ ആ വ്യക്തി UAEയിൽ ഏത് ജോലിയിൽ ഇരുന്ന ആളാണ് എന്നതുകൂടി വിലയിരുത്തിയാണ് ചില സാഹചര്യങ്ങളിൽ അപേക്ഷ അനുവദിക്കുന്നത്. മറ്റു രീതിയിലുള്ള പിഴയോ അനധികൃത താമസമോ വ്യക്തിയുടെ പേരിലുണ്ടെങ്കിൽ വിസിറ്റ് വിസ അനുമതി ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 60 ദിവസത്തെ വിസിറ്റ് വിസയിലാണ് എത്തുന്നതെങ്കിൽ വ്യക്തിയുടെ ചെലവിനായി 5000 ദിർഹം അല്ലെങ്കിൽ ഏകദേശം 1 ലക്ഷം ഇന്ത്യൻ രൂപ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. 30 ദിവസത്തെ വിസിറ്റ് വിസയിലാണ് എത്തുന്നതെങ്കിൽ 3000 ദിർഹം അല്ലെങ്കിൽ ഏകദേശം 75,000 ഇന്ത്യൻ രൂപ ഉണ്ടായിരിക്കണം. അപൂർണമായ രേഖകളും വിസ നിരസിക്കലിന് ഇടയാക്കാം. കൃത്യമായ രേഖകൾ സമർപ്പിച്ചാൽ വിസിറ്റ് വിസ ലഭിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.